കാറാണത്. നോക്കട്ടെ ടീച്ചർ, നോക്കട്ടെ ഒരു നിമിഷം. ആ അത് കാറാ. നമുക്ക് പൊക്കിയാലോ അതിനെ? ഇന്ന് നോക്കണോ? അവനെ തൂക്കി കഴുകി സുന്ദരകുട്ടപ്പനാക്കാം. ഓക്കെ. പിള്ളേരൊരാഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് സാധിച്ചു കൊടുത്താൽ എന്താന്ന് കരുതി പിള്ളേരും ഞാനും ഷെഡിൽ നിന്ന് പൊടി കയറി കിടന്ന ആ ഒരു റെഡ് കാറിനെ പൊക്കി സുന്ദരകുട്ടപ്പനാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികമായിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ഉടനെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ ഇങ്ങനെ തകിടം പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് കാരണം പണി സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഷെഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇവനെ പൊക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല. അവനെ തൂക്കി കഴുകി വെടിപ്പാക്കി ഞങ്ങളുടെ സ്കൂളിലെ പ്രീ പ്രൈമറിയിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പാൽപ്പം ഹാൻഡ് വാഷൊക്കെ ഒഴിച്ച് കഴുകാനും തുടയ്ക്കാനും തുടച്ചത് വെയിലത്ത് വെച്ച് ഉണക്കാനും എൻ്റെ ഈ കുട്ടിപ്പട്ടാളങ്ങൾ ചുറ്റിനും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ കുഞ്ഞുങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് കൂടെ നിന്നുകൊണ്ട് ഇത്തരം കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ചിരി നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തിന് കാരണമാകുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തുകൂടെ നമുക്ക് ആർക്കായാലും?